അള്ളാഹുവിന് തന്റെ യഥാർത്ഥ നാമമായ അള്ളാഹു എന്ന നാമം എവിടെയെങ്കിലും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടോ, എവിടെയെങ്കിലും പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ, ആരുടെയെങ്കിലും ഇടയിൽ ഉണ്ടായിരുന്നു, ഏതെങ്കിലും മതത്തിലുണ്ടായിരുന്നു? ഇത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അതുണ്ടായിരുന്നു എങ്കിൽ മാത്രമാണ് മുഹമ്മദ് പറഞ്ഞ കഥകൾക്ക് പിൻബലം ഉണ്ടാവുക. അതല്ലെങ്കിൽ മുഹമ്മദ് മറ്റു കഥകളെ ഇസ്ലാമിലേക്ക് സമന്വയിപ്പിക്കുകയും അവരൊക്കെ ഇസ്ലാമായിരുന്നു എന്ന് വെറുതെ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യേണ്ടി വരും എന്നാണ് പറയുന്നത്. ഇതിന്റെ ഈ ക്വസ്റ്റ്യന്റെ ഒന്നാം ഭാഗം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അള്ളാഹു മുമ്പ് വേദഗ്രന്ഥങ്ങൾ ഉണ്ടോ എന്ന് പറഞ്ഞു. ഇനി അങ്ങനെയൊന്നുമല്ല എങ്കിൽ ഈ ഖുർആൻ, രണ്ടാമത്തെ ആ ചോദ്യത്തിൽ തന്നെയുള്ള രണ്ടാമത്തെ ചോദ്യമാണ്, അങ്ങനെയൊന്നുമല്ല എങ്കിൽ ഈ ഖുർആൻ എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൃഷ്ടിയാണ്. അപ്പോൾ അള്ളാഹു എന്ന് പറയുന്നതും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൃഷ്ടിയാണ് എന്ന് പറയേണ്ടി വരും. ഈ മാന്യ സഹോദരനോട് ചോദിക്കാനുള്ളത്, ദയവ് ചെയ്ത് ഈ വീഡിയോ നിങ്ങൾക്കൊണ്ട് സാധിക്കുമെങ്കിൽ ഞാനും ചെയ്യാം, ഇവരുടെ ചാനലിൻ്റെ ചുവട്ടിലൊക്കെ ഒന്ന് പേസ്റ്റ് ചെയ്യുക. കാരണം ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് സൂറത്തുൽ അങ്കബൂത്തിൻ്റെ 29 അധ്യായത്തിൻ്റെ 48 ക്വസ്റ്റ്യൻ. അള്ളാഹു തന്നെ 1500 വർഷങ്ങൾക്ക് മുമ്പ് മക്കക്കാരോട് ചോദിച്ചതാണ്. അവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാനുള്ള ആളുകളായിരുന്നില്ലല്ലോ കൂടുതലും. അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിനൊന്നും അവർക്കൊന്നും മറുപടി പറയാൻ കഴിഞ്ഞില്ല. പിൽക്കാലത്തേക്ക് ചരിത്രം പഠിച്ച ഓറിയന്റലിസ്റ്റുകളായ ഖുർആൻ വിമർശകരായ പലരും ഈ ചോദ്യത്തിന് മുമ്പിൽ കാര്യമായ ഒരു ഉത്തരവൊന്നും പറയാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ബാധിക്കുന്ന ഇക്കാലത്തുള്ള ഈ ലിയാക്കത്തുമാരോടാണ് ഈ ചോദ്യം ഇത്രയേ ഉള്ളൂ. അള്ളാഹു പറയുന്നതാണ്, വമാ കുന്ത തത്ലു മിൻ ഖബ്ലിഹി മിൻ കിതാബിൻ, ഇതിനു മുമ്പ് താങ്കൾക്ക് യാതൊരുവിധ മിൻ കിതാബ് ബുക്കുകളും വായിക്കുവാൻ അറിയുമായിരുന്നില്ല. ഒരു കിതാബും താങ്കൾക്ക് വായിക്കാൻ അറിയുമായിരുന്നില്ല. ഇത് അള്ളാഹു പറഞ്ഞതായിട്ടാണ് ഖുർആനിൽ ഞങ്ങൾ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കുന്നത്. ഖുർആൻ കൈകൊണ്ട് എഴുതി എന്ന് മനസ്സിലാക്കുന്ന നിങ്ങളെപ്പോലുള്ള ആളുകൾ, ലിയാക്കത്തുമാർ, ഒരു കാര്യം ചെയ്യും, ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് തന്നെ മനസ്സിലാക്കിക്കോളൂ. ആര് പറഞ്ഞതായി മനസ്സിലാക്കിയാലും ചോദ്യം ഇതാണ്, മുൻപ് വേദഗ്രന്ഥങ്ങൾ ഒന്നും വായിക്കുവാൻ അറിയുമായിരുന്നില്ല. ഇത് പ്രൂവ് ചെയ്യപ്പെട്ടതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുമ്പൊരു യൂണിവേഴ്സിറ്റിയിലോ നിങ്ങൾ മദ്രസ പോട്ടൻ എന്ന് വിളിക്കുന്ന ഉസ്താദിൻ്റെ അടുത്തോ ഒരിടത്തും പോയി പഠിച്ചിരുന്നില്ല. അതിന് ആ പ്രദേശം മുഴുവൻ സാക്ഷിയാണ്. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് വേദഗ്രന്ഥങ്ങളെക്കുറിച്ചും മുൻ വേദഗ്രന്ഥങ്ങളെക്കുറിച്ചും ആകാശമതങ്ങളെക്കുറിച്ചും ഒക്കെ ഈ പ്രവാചകന് ഒരറിവ് കിട്ടിയത്? ഈ ഖുർആൻ കൈകൊണ്ട് എഴുതുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ മുൻ വേദഗ്രന്ഥങ്ങളിൽ സാമ്യമായ കാര്യങ്ങളെ അല്പം ഉപ്പും മുളകും മസാലയൊക്കെ ചേർത്ത് പുതുതായി എഴുതാൻ എങ്ങനെയാണ് അദ്ദേഹത്തിന് കിട്ടിയത്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്, വായിക്കാതെ എങ്ങനെയാണ് കിട്ടിയെന്ന് ചോദിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, വലാ തഖുത്തുഹു ബിയമീനിക, താങ്കളുടെ സ്വകരങ്ങൾ കൊണ്ട് താങ്കൾ എഴുതുന്നവനുമല്ലായിരുന്നു. ഇതിൽ അള്ളാഹു പ്രൂവ് ചെയ്യുന്ന എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വായിക്കാൻ അറിയുമായിരുന്നില്ല, അതുപോലെ തന്നെ എഴുതാനും അറിയുമായിരുന്നില്ല. ഇനി ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ ഈ പറയുന്ന പ്രവാചകനിൽ ഉണ്ടായിരുന്നു എങ്കിൽ ലർത്താബ, ഉറപ്പായും സംശയിക്കാമായിരുന്നു. ഡൗട്ടിന്, ഒരു വാദത്തിന് ഒക്കെ ഉള്ളൊരു സംഗതി ഉണ്ടായിരുന്നു. അൽ മുബത്തിലൂൻ, മുബത്തിലീങ്ങൾക്ക്, ബാത്തിലിനെയും പൊക്കി പിടിച്ചു നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ലിയാക്കത്തുമാർക്കൊക്കെ അതിനുള്ള ഒരു വേദി ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ശരിക്കൊന്ന് മനസ്സിലാക്കി ഒരു വീഡിയോ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എന്താണിത്? ഇതിനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം ഉണ്ടാക്കിയ ഒരു വചനമാണെങ്കിലും എങ്ങനെയാണ് ഇതിനോട് നിങ്ങൾ പ്രതികരിക്കുക? ഇനി വിശ്വാസികളായി പറയാനുള്ളത്, ഈ ആയത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു സംഗതി, ഈ ഭാഷയുടെ ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്ന സംഭവം, അതിൽ LSRW എന്ന് പറയുന്നൊരു പോർഷനുണ്ട്. ലിസണിങ്, അതുപോലെ സ്പീക്കിംഗ്, ഇതിന് ശേഷം വരുന്നത് റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ എഴുതാൻ പഠിക്കുന്നത് ഏറ്റവും അവസാന ഘട്ടത്തിലാണ്. എഴുതുന്നതിന് തൊട്ടു മുമ്പാണ് വായിക്കുന്നത്. അതിൻ്റെ ആ ഒരു തർത്തീബ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്, എല്ലും എസ്സും കഴിഞ്ഞതിന് ശേഷമുള്ള
റീഡിങ് ആൻഡ് റൈറ്റിംഗ്. നോക്കിയേ, ഈ ആയത്തിൽ നമുക്ക് കൃത്യമായി കാണാൻ പറ്റും. കാരണം അള്ളാഹു പറഞ്ഞത് വമാ കുന്ത തത്ലു മിൻ ഖബലിഹി, താങ്കൾ വായിക്കുന്നവനല്ലായിരുന്നു. അവിടെ അള്ളാഹുവിന് എന്തുകൊണ്ട് താങ്കൾ എഴുതുന്നവനല്ലായിരുന്നു എന്ന് പറയായിരുന്നു? എത്ര കറക്റ്റായിട്ടാണ് ആ ഓർഡർ വന്നത്. താങ്കൾ റീഡ് ചെയ്യുന്നവനായിരുന്നില്ല. അതിനുശേഷം പറഞ്ഞു താങ്കൾ എഴുതുന്നവനായിരുന്നില്ല. 1500 വർഷങ്ങൾക്ക് മുമ്പാണ് ഇതൊക്കെ പറഞ്ഞു വെച്ചതും കൂടി മനസ്സിലാക്കണം.